ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ദേ ഇന്ന് ക്രിസ്മസ്, ഞങ്ങളുടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ഡേ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ ഇന്ന് ക്രിസ്മസ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ രാവിലെ പിള്ളേർക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഞാനിന്ന് ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്ക് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് റൈസും വെക്കണം. ഇവിടെ റൈസും ചിക്കനും സെപ്പറേറ്റ് ആണ് വെക്കുന്നത്. കറി അല്ല ബിരിയാണി പോലെ നമ്മൾ ഒന്നിച്ചിട്ട് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ റൈസ് വേറെയും ചിക്കൻ കറി വേറെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേണ്ട കറിയെല്ലാം അതിൻ്റെ അരപ്പെല്ലാം റെഡിയാക്കി ചിക്കനൊക്കെ അതിനകത്തിട്ടു. പിന്നെ ഇത്തവണ ഇച്ചിരി തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ വെച്ച് അപ്പം അങ്ങനെ വേണ്ട കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും ക്രിസ്മസ് ഞങ്ങൾ ആൻറ്റിയുടെ അങ്കിളിൻ്റെയും കൂടെയാണ് ആഘോഷിക്കുന്നത്. ഇത്തവണ ആൻറ്റിയൊക്കെ ഹൈദരാബാദിന് പോയോണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തന്നെ കൂടിയത്. പിന്നെ അന്നേരം റൈസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അതിനകത്ത് വറുത്തിടാനുള്ളതും പിന്നെ അതിനകത്തിടാനുള്ള വെജിറ്റബിൾസും സവോള വറുത്തിടാനുള്ളതും എല്ലാം ഞാൻ എടുത്തെടുത്ത് ആദ്യമേ വെച്ചു. കാരണം ഇല്ലെങ്കിൽ ഓരോന്നോരോന്ന് ഇടുമ്പോൾ പിന്നെ ഏതാണെന്നുള്ളത് മറന്നും പോവും, കുറേയൊന്നും ഇടത്തുമില്ല. അങ്ങനെ ഇത്തവണ എന്നിട്ട് ബിരിയാണിയുടെ മസാല ഇടാൻ മറന്നുപോയി. കാരണം അത് വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഓർക്കത്തില്ല. അതിന് മുമ്പ് എല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങിടും അത്. അങ്ങനെ എന്തായാലും ഇത്തവണ ഞങ്ങളുടെ ക്രിസ്മസ് വീട്ടിൽ കുഞ്ഞൊരാഘോഷം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇത് ക്രിസ്മസിനായിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ല. നമ്മൾ എല്ലാ പ്രാവശ്യം ചിക്കൻ സൺഡേയിൽ വാങ്ങുമ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ ഈ റൈസ് ഉണ്ടാക്കത്തേ ഉള്ളൂ. കാരണം ചോറിൻ്റെ കൂടെ ചിക്കൻ കറി കൂട്ടി കൊടുത്താൽ പിള്ളേർക്ക് അത്ര ഇഷ്ടമില്ല. അവർ ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ. അതിലും ഭേദം ഈ റൈസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ഇതും കഴിക്കും. അതിൻ്റെ കൂടെ കറി കൂട്ടി അത് ഇച്ചിരി ചോറ് കഴിച്ചോളൂ അവർ. അങ്ങനെ എന്തായാലും ഇന്ന് എല്ലാ തവണയും ഞങ്ങളുണ്ടല്ലോ ഈ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ ചിക്കൻ വെക്കുമ്പോഴൊക്കെ ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉച്ചക്കത്തേക്ക് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് ആ റൈസ് ഞാനിങ്ങനെ വെച്ചേക്കത്തില്ല. ഉച്ചയ്ക്ക് മാത്രം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വൈകിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഇത്തവണ വിചാരിച്ചു എന്തായാലും വെക്കുമല്ലേ, ഇനി ഉച്ച കഴിഞ്ഞ് ഇനി പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും വയ്യ, ഒന്നിച്ചങ്ങ് വെക്കാമെന്ന് വെച്ച്. അപ്പോൾ എപ്പോഴും ഞാൻ വെക്കുന്ന എൻ്റെ ചെറിയ പാത്രത്തിലാണ്. അപ്പോൾ ഇത്തവണ ഞാൻ ഒരു വലിയ പാത്രമൊക്കെ എടുത്തത്. ഇതെനിക്ക് നാട്ടിലെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് തന്നതാണ്. 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാനും കൊണ്ടുവന്നു. പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്ത് ഭയങ്കര നമ്മൾ സ്റ്റീൽ പാത്രമാണ്, പക്ഷേ പെട്ടെന്ന് തീ കയറും ഇതിനകത്ത്. അടിയിൽ ഇത്തിരി കട്ടി കുറവാണ്. അങ്ങനെ ഞാൻ ഇതിനകത്ത് ഒന്നോ രണ്ടോ വട്ടം ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം വെച്ചപ്പോൾ ഉണ്ടല്ലോ കുറേ അടിക്ക് പിടിച്ച് കരിഞ്ഞ് പണി കിട്ടി. അതിനുശേഷം ഞാനിത് ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഞാൻ എടുത്തിട്ടേ ഇല്ല. പിന്നെ വല്ല ആവശ്യങ്ങൾക്കൊക്കെ വല്ല വെള്ളം തിളപ്പിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ഇപ്പം നമ്മൾ ഓണമൊക്കെ ആകുമ്പോൾ കുറച്ചധികം സാമ്പാറൊക്കെ വെക്കുമ്പോൾ അരപ്പൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാനോ എല്ലാമൊക്കെ കുക്ക് ചെയ്ത് മാറ്റി വെക്കാനൊക്കെ മാത്രമേ ഞാൻ ഈ പാത്രം പിന്നെ എടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് മൂപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം അതിന് മുമ്പ് തീയും പുകയൊക്കെ ആയിട്ട് ഇവിടെ ആകപ്പാടെ പുകമയമായിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം വേറൊരു കുഞ്ഞു ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് ഇത് അതിനകത്ത് ഇടാനുള്ള വെജിറ്റബിൾസൊക്കെ ഞാനൊന്ന് വാട്ടിയെടുത്ത് മാറ്റി വെച്ചായിരുന്നു. കാരണം അല്ലാതെ ഇപ്പം തന്നെ ഇതിനകത്തോട്ട് ആ നെയ്ക്കകത്തോട്ട് വഴറ്റി വെച്ച പച്ചക്കറി ഇട്ടപ്പോൾ തന്നെ പുക കയറി തുടങ്ങി. പിന്നെ ഞാൻ എന്തായാലും അതിനകത്ത് ബാക്കി പെട്ടെന്ന് തന്നെ കഴുകി വെച്ച അരിയൊക്കെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നാരങ്ങാനീര് ഒഴിച്ച് അതങ്ങ് സെറ്റാക്കി ഞാൻ വെച്ചു. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിനകത്ത് തീ കയറി വരും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെടുത്ത് പാചകം ചെയ്യാനൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഉണ്ടാക്കുമല്ലേ എന്ന് വെച്ച് എടുത്തതാണ്. പക്ഷേ ഇത്രയും വലിയ ചെരുവത്തിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് തോന്നി ഇതെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ എന്തായാലും റൈസൊക്കെ റെഡിയാവുന്നു. പിന്നെ ഈ സമയം കൊണ്ട് നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്ന്. ഇത്തവണ നല്ല കറിയായിരുന്നു. വറുത്തരച്ച് വെച്ചതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നല്ലതായിരുന്നു. വേണ്ട കറിയൊക്കെ നല്ല അടിപൊളിയൊക്കെ വെച്ച് ഇത്തിരി മല്ലിയിലയൊക്കെ ഞാൻ വിതറിയിട്ടിട്ടുണ്ട്. എപ്പോഴും ഒന്നും മല്ലിയില ഇടത്തില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നുമ്പം വാങ്ങും, അന്നേരം വെക്കുവാണെങ്കിൽ ഇടും ഞാൻ. അങ്ങനെ എന്തായാലും ഫുഡെല്ലാം റെഡിയാവുന്നു. ഇതിന് തന്നെ ഞങ്ങൾ തലേന്ന്, അതായത് ക്രിസ്മസിൻ്റെ തലേ നമുക്ക് ഞായറാഴ്ച അന്ന് ഓഫായിരുന്നല്ലോ. പിന്നെ വൈകുന്നേരം കണ്ണനാണെങ്കിൽ ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് ക്രിസ്മസ് കാണണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ക്രിസ്മസ് എന്നാ കാണിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും ക്രിസ്മസിൻ്റെ തലേന്നാകുമ്പം ഷോപ്പിംഗ് മോളിലൊക്കെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിരിക്കുമല്ലോ. അവൻ അന്ന് തൊട്ട് പറയുന്നത് ഇവിടെ ക്രിസ്മസ് ട്രീ വാങ്ങണം, എല്ലാം ചെയ്യണമെന്നൊക്കെ. പക്ഷേ ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല. അങ്ങനെ അവനെ കൊണ്ടൊരു മോളിലൊക്കെ പോയി അവിടെ
ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിൽ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് അതൊക്കെ ഒന്ന് കാണിച്ച് അവിടെയൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ ചുമ്മാ പോയത് കേട്ടോ, ഒന്നും വാങ്ങിയൊന്നുമില്ല. ഞങ്ങൾ വെറുതെ കൊച്ചുങ്ങളെ കൊണ്ട് രാത്രി അങ്ങനെ ആ ക്രിസ്മസ് ട്രീ കണ്ടപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു ബോൾ കുഞ്ഞൂസ് എടുത്തുകൊണ്ട് ഇങ്ങ് പോയിരുന്നു, വലിച്ചു പൊട്ടിച്ചു. അങ്ങനെ അവിടെയൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങി തിരിച്ച് ഒരു 8:30 ആയപ്പോൾ ഞങ്ങളിങ്ങ് വീട്ടിൽ വന്നു. കാരണം ഒന്നും പുറത്തുനിന്നൊന്നും കഴിക്കാനും ഒന്നും നിന്നൊന്നുമില്ല. നമ്മൾ എല്ലാം വെറുതെ പിള്ളേരെ ഒന്ന് ക്രിസ്മസ് അല്ലേ അവരെ ഒന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്നുള്ളൂ ലൈറ്റ് എല്ലാമൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്. പിന്നെ എന്തായാലും ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരം എന്തായാലും താഴെ അവിടെ ഒരു സാൻഡ ഉണ്ടായിരുന്നു. അപ്പം കണ്ണൻ എന്തായാലും അത് ഞങ്ങൾ കണ്ടില്ലായിരുന്നു, പക്ഷേ കണ്ണൻ കണ്ടുപിടിച്ച് ലിഫ്റ്റിൽ അതിങ്ങനെ താഴോട്ട് വരുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ പോയി നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്ത് അത് കണ്ടപ്പോൾ കണ്ണന് ഭയങ്കര സന്തോഷമായി. അതാണ് ക്രിസ്മസ് എന്നുള്ള ഒരു ഇതായിരുന്നു അവർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അപ്പം ഇത്ര ഉള്ളായിരുന്നു ഞങ്ങളുടെ ഇത്തവണത്തെ ക്രിസ്മസ്. പിന്നെ ക്രിസ്മസ് കേക്കൊക്കെ അവന്മാർ ക്രിസ്മസിന് മുമ്പേ തീർത്തു. പിന്നെ ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എല്ലാ ക്രിസ്മസിനും ഉണ്ടാക്കുന്നത്, പക്ഷേ ഇത്തവണ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് ക്രിസ്മസ്. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നത് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.